ഒരു വൻ കൊള്ളയെക്കുറിച്ചുള്ള വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മൾ ആരംഭിച്ചത് തന്നെ. തൃശ്ശൂരിൽ ATM കവർച്ച നടന്നിരിക്കുന്നു. 3 ATM സെന്ററുകളിൽ നിന്നായി 65 ലക്ഷം രൂപയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ നവമി ദിനേശ് നമുക്കൊപ്പം ചേരും. എന്തായാലും 65 ലക്ഷം രൂപ 3 ATMകളിൽ നിന്നായാണ് കവർന്നിരിക്കുന്നത് കൊള്ളസംഘം. അതായത് ആര്യ ഒരു കാറിൽ വന്നിറങ്ങി മൊത്തം മുഖം മൂടി നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ചെത്തി 2-3 പേര്, അതിൽ കൂടുതലുണ്ടോ സംശയമുണ്ട്, അങ്ങനെ ഉള്ള ഒരു സംഘമാണ് എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഇപ്പോൾ നവമി ദിനേശ് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, എങ്ങനെയാണ് വിശദാംശങ്ങൾ? പുലർച്ചെ 3 മണിക്കും 4 മണിക്കും 2 മണിക്കും 4 മണിക്കും ഇടയിലാണ് ഇത്തരത്തിൽ വലിയൊരു കൊള്ള തൃശൂർ നഗരത്തിലെ 3 SBI ATMകളിലായി നടന്നിരിക്കുന്നത്. ഏകദേശം 60 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATM ആണ് ഇപ്പോൾ കൊള്ളയടിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 4 പേരടങ്ങുന്ന സംഘം, മുഖംമൂടി ധരിച്ച സംഘം കാറിലെത്തിയാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശൂർ മാപ്രാണത്ത് ഏകദേശം 2:30 ഇവർ കൊള്ള നടത്തുന്നു. അതിനുശേഷം ആ സമയത്ത് തന്നെ ATMലെ അലേർട്ട് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നു. ഇവർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പക്ഷെ പോലീസ് അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഇവർ ഷൊർണൂർ റോഡിലെ ATM, അതായത് ഏകദേശം 3 മണിക്കും 3:02 ഇടയിലായി അവിടെ കൊള്ളയടിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ആ ATMൽ നിന്നുള്ള അലേർട്ടും ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തുന്നു. അങ്ങനെ പോലീസ് സംഘം ഓരോ ATMലേക്ക് എത്തുമ്പോഴും അടുത്ത ATMൽ ഇവർ കൊള്ള നടത്തി രക്ഷപ്പെടുന്ന സാഹചര്യം. എന്തായാലും ഒരു സാധാരണക്കാരല്ല ഈ ഇത്തരത്തിൽ കൊള്ള സംഘം, അല്ലെങ്കിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള കൊള്ളക്കാർ തന്നെയാണ് ഇത് നടത്തിയതെന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. പോലീസിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ ഒരു കാർ, നമുക്കറിയാം CCTVയിൽ കാണുന്ന കാർ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇവർ പാലക്കാട്, കോയമ്പത്തൂർ ഭാഗങ്ങളിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അലേർട്ട് നൽകിയിട്ടുണ്ട്. 4 അംഗ സംഘം, മുഖംമൂടി ധരിച്ച 4 അംഗ സംഘം ഈ ATMകളിലേക്ക് കടക്കുന്നു. അതിനുശേഷം ATMലെ CCTV അത് കറുത്ത സ്പ്രേ ഉപയോഗിച്ച് മറച്ചതിന് ശേഷമാണ് ഇവർ ATM മെഷീൻ കുത്തി തുറന്ന് ഇങ്ങനെ മോഷണം നടത്തുന്നത്. ഏകദേശം 65 ലക്ഷത്തോളം രൂപ നഷ്ടമായെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു കൊള്ള തന്നെയാണ് ഈ 3 SBI ATMകളിലായി നടന്നിരിക്കുന്നത്. മാപ്രാണം, ഷൊർണൂർ റോഡിലെ ATM, കോലഴി, ഇങ്ങനെ 3 ഇടങ്ങളിലെ ATMകളിലാണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം തൃശ്ശൂരിനെ സംബന്ധിച്ച ഈ ഷൊർണൂർ റോഡിലെ, അത് മെയിൻ റോഡിലെ, അതായത് നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള ഒരു ATM ആണ്. നവമി, അതാണ് സംശയം. ഈ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം എന്നൊക്കെ പറഞ്ഞാൽ തൃശ്ശൂര് ഈ ഷൊർണൂർ റോഡ് എന്ന് പറഞ്ഞാൽ അത് ആ റൗണ്ടിനോട് ചേർന്ന് അവിടുന്ന് നീങ്ങുന്ന വഴിയാണല്ലോ. അവിടെയൊക്കെ എപ്പോഴും ഈ ആൾ സഞ്ചാരമൊക്കെ ഉള്ള സ്ഥലമല്ലേ. അവിടെ എങ്ങനെയാണ് ഈ സമയത്ത് അത്തരത്തിലൊരു കൊള്ള സാധ്യമാകുക? അതാണ് എൽദോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ നിരീക്ഷണം ഉള്ള ഒരു ഇടം കൂടിയാണ്. അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ തൃശൂർ നഗരത്തിലൂടെ പോലീസ് പട്രോളിംഗ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്തുകൊണ്ടാണ് പോലീസിന് ഇത് കൃത്യമായി അറിയാൻ കഴിയാത്തതെന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. തൃശൂർ നഗരം പോലുള്ള ഒരു ഇടത്ത്, അതും ഷൊർണൂർ റോഡ് നാഷണൽ ഹൈവേയുടെ സമീപത്ത് 4 അംഗ സംഘം മുഖംമൂടിയിൽ കാറിലെത്തി ഇങ്ങനെ ഒരു കൊള്ള നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന് കൃത്യമായി ഇത് അറിയാൻ കഴിയാഞ്ഞത്? അതും ഈ ATM കൊള്ളയടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ ATM തകർക്കുന്ന സമയത്ത് അലേർട്ട് കിട്ടിയാണ്, അതായത് ഹെഡ്ക്വാർട്ടേഴ്സിൽ അലേർട്ട് കിട്ടിയാണ് ഇങ്ങനെ ATMൽ കൊള്ള അല്ലെങ്കിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു എന്ന് പോലീസിന് അലേർട്ട് ലഭിക്കുന്ന സമയത്ത് മാത്രമാണ് പോലീസ് അവിടെ എത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും അടുത്ത ATM കവർന്നിരുന്നു. രണ്ടാമത്തെ ATM, അതായത് ആദ്യം മാപ്രാണത്തെ ATM കവരുന്നു, രണ്ടാമത് ഷൊർണൂരത്തെ ATM കവരുന്നു. ആ ATM കവരുന്ന സമയത്ത് തന്നെ പോലീസിന് അലേർട്ട് കിട്ടുന്നു, പോലീസ് ഷൊർണൂർ എത്തുന്നു. പക്ഷേ അപ്പോഴേക്കും കോലടിയിലെ അടുത്ത ATM കവർന്നിരിക്കുന്നു. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊള്ള തന്നെയാണ് ഈ 4 അംഗ സംഘം നടത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ വിപുലമാക്കിയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലും തൃശൂരിന്റെ സമീപ പ്രദേശങ്ങളിലും പാലക്കാടും ഒപ്പം കോയമ്പത്തൂർ അടക്കമുള്ള ഇവർ സംസ്ഥാനം വിട്ടിട്ടുണ്ടോ
എന്ന ഒരു കാര്യം കൂടി പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം വലിയ രീതിയിൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ മോഷ്ടാക്കളെ കുറിച്ചുള്ള ഒരു ഏകദേശ സൂചന അത് പോലീസിന് ലഭിച്ചു എന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും മലയാളികളാണോ എന്ന ഒരു ചോദ്യത്തിന് പോലീസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അല്ല, മറ്റ് ജില്ലകളിലല്ല അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആരോ ആകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്യ സംസ്ഥാന തമിഴ്നാട് സ്വദേശികളോ മറ്റോ ആണോ ഈ കൊള്ള സംഘം എന്ന് ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വളരെ വിദഗ്ധമായാണ് ഈ 3 ATM-ഉം കവർന്നിരിക്കുന്നത്. എൽദോ, റൈറ്റ്. എന്തായാലും നവമി, നമുക്ക് വീണ്ടും എത്താം, ഒരു ഇടവേളയിലേക്ക് പോകണം. അതുകൊണ്ടാണ് എന്തായാലും ആര്യ, ഈ ATM കൊള്ളയിൽ അത് ഒരേ ബാങ്കിന്റെ തന്നെ 3 ATM-കളാണ്. അത് ഒരുപക്ഷെ അതിലൊരു ഗൂഢാലോചനയുണ്ട്. മറ്റൊന്ന് ഈ അത്യാവശ്യം കൊള്ളാവുന്നൊരു CSU അല്ലെങ്കിൽ SU ടൈപ്പ് വണ്ടിയിലാണ് വന്നത്. ഇനി ഈ തൃശ്ശൂർ നഗരത്തിലെ 3 ATM-കൾ ഒന്ന് കവർ ചെയ്യുന്നു, അവിടെ നിന്ന് അലേർട്ട് പോലീസിന് പോകുന്നു, പോലീസ് അവിടെ എത്തുമ്പോൾ അടുത്തിടെ നടക്കുന്നു. ഇങ്ങനെ നടക്കുമ്പോഴും ആ വാഹനം നമ്പർ പ്ലേറ്റ് മറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു നഗരത്തിൽ കൂടെ. ഇത് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സംഘം തന്നെ ആയിരിക്കാം ഇതിന് പിന്നിൽ.